ഞാനും മീനും കൂടി ക്യാൻറ്റീനിൽ നിന്നും തിരികെ വന്നപ്പോൾ നിന്നെ കണ്ടില്ല. ബാത്റൂമിൽ മറ്റോ ആയിരിക്കുമെന്ന് കരുതി. പക്ഷെ പിന്നെയും അനക്കമില്ലാതെ ആയതും ഞാൻ ബാത്റൂം തുറന്നു നോക്കി. നീ അവിടെ ഇല്ലായിരുന്നു. കിച്ചുവിനോട് ചോദിച്ചപ്പോൾ അവന് നിന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഹോസ്പിറ്റൽ മുഴുവൻ ഞങ്ങൾ അരിച്ചു പെറുക്കി. പക്ഷെ ഫലമുണ്ടായില്ല. പിന്നെ ഞാൻ അപ്പുവിനെ വിളിച്ചു. എന്തായി ജയ, അവളെവിടെ പോയി? അപ്പു അവലാതിയോട് ചോദിച്ചു. അറിയില്ലടാ, ഇവിടെ എങ്ങും കാണുന്നില്ല. ഇനി വീട്ടിലെങ്ങാനും പോയോ? ഏയ്, വീട്ടിൽ പോയി അവൾ പറയില്ലേ? തന്നെയല്ല, അങ്ങനെ പോയിട്ടുണ്ടേ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുന്ന് വിളിക്കില്ലേ നമ്മളെ? എനിക്കറിയില്ല, എനിക്ക് പേടിയാവുന്നു. എവിടെ അന്വേഷിക്കും അവളെ? മീനു, നീ അവളെ ഒന്ന് വിളിച്ചേ. മീനു ഫോൺ എടുത്ത് വിളിച്ചതും സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. സ്വിച്ച് ഓഫ് ആണല്ലോ ചായ. വാ, നമുക്കൊന്ന് അന്വേഷിക്കാം. കിച്ചു, നീ ഇവിടെ നിൽക്കണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്. പിന്നെ വീട്ടിലിപ്പോൾ പറയണ്ട, ഞങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ. ആൽബി അവനെ നോക്കി പറഞ്ഞു. ശരി ആൽബി ചായ. അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ എല്ലായിടവും നിന്നെ അന്വേഷിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. അവസാനം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവരന്വേഷിച്ചപ്പോൾ നീ അന്ന് സിമ്മ് മാറാൻ പോയ കടയില്ലേ, അതിൻ്റെ ലൊക്കേഷൻ പരിധിയിൽ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ആയെന്നും അതുകൊണ്ട് ആ മാർഗം അന്വേഷിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു. വീട്ടിലൊക്കെ അറിഞ്ഞപ്പോഴേക്കും രാത്രിയായിരുന്നു. എല്ലാവരും കരച്ചിലും ബഹളവും ഒക്കെയായി. പപ്പന്മാരും ഞങ്ങളും ഒക്കെ പല വഴിക്ക് അന്വേഷിച്ചു. എല്ലാവരും നിന്റെ മിസ്സിങ്ങോടെ തകർന്നു പോയി. അതിനേക്കാളൊക്കെ ഞങ്ങളെ വേദനിപ്പിച്ചതും പേടിപ്പിച്ചതും ഇത് ബോധം വരുമ്പോൾ ചേട്ടായിയുടെ അടുത്ത് എങ്ങനെ പറയൂന്ന് ഓർത്തിട്ടായിരുന്നു. ഞങ്ങൾക്കെല്ലാം പേടിയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ. അത് പറഞ്ഞുകൊണ്ട് അപ്പു റിച്ചിയെ നോക്കിയതും റിച്ചി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പിറ്റേന്ന് വെളുപ്പിന് ചേട്ടായിക്ക് ബോധം വന്നു. പൊന്നു, അവൻ വിളിച്ചുകൊണ്ട് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. സർ, എന്താ ഇത്? അവിടെ കിടക്ക്. സിസ്റ്റർ അവനെ കിടത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പൊന്നു, എൻ്റെ കൊച്ച്, അവളെവിടെ? ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല സാർ. ആ കുട്ടി സാറിനെ കാണാൻ വന്നിരുന്നു. കുഴപ്പമൊന്നുമില്ല സാർ, അടങ്ങിക്കിടക്ക്. എനിക്ക് അവളെ കാണണം. അവളെ ഒന്ന് വിളിക്കുമോ? അവൻ അപേക്ഷയോടെ അവരോട് ചോദിച്ചു. സിസ്റ്റർ, ICUവിൻ്റെ ഫ്രണ്ടിൽ വന്ന് ചേട്ടായിക്ക് നിന്നെ കാണണം, നിന്നെ വിളിക്കാൻ പറഞ്ഞു. സത്യത്തിൽ ഞങ്ങൾക്ക് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. ആര് എങ്ങനെ ചേട്ടായിയോട് നിന്നെ കാണാനില്ലെന്ന് പറയും? ഒടുവിൽ ആൻറ്റി പറയാമെന്ന് പറഞ്ഞ് ICUവിനകത്തേക്ക് കയറി. റിച്ചി മോനെ, ആനി കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു. മമ്മി, എൻ്റെ കൊച്ചെവിടെ? അവളോട് വരാൻ പറയേ. അവൾക്ക് എന്തേലും കുഴപ്പമുണ്ടോ മമ്മി? ചെറിയ വേദനയ്ക്ക് പോലും എൻ്റെ കൊച്ച് കരയും. അവൾക്ക് ചെറിയ വേദന പോലും പറ്റില്ല. അവൾക്ക് എന്തേലും കുഴപ്പമുണ്ടോ മമ്മി? അവൻ്റെ ചോദ്യങ്ങൾ കേട്ട് ഒരു നിമിഷം ആനി പൊട്ടിക്കരഞ്ഞു. മമ്മി, എന്തിനാ കരയുന്നേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല മമ്മി. അവളെ ഒന്ന് വിളിക്ക്. എനിക്ക് അവളെ ഒന്ന് കാണണം. മോനെ, ഞാൻ പറയുന്നത് മോൻ കേൾക്കണം. ആനി അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറയാനാണേ? വേണ്ട മമ്മി, എനിക്കത് കേൾക്കണ്ട. അവൾ ജീവനോടെയെങ്കിലും ഉണ്ടോ മമ്മി? കാണും. അവൾക്കൊന്നും പറ്റാതെ ഇരിക്കാനല്ലേ ഞാനവളെ തള്ളിയിട്ടത്. അവൾക്കൊന്നും പറ്റിക്കാണില്ല. ചെറിയ എന്തേലും ആയിരിക്കും അല്ലേ മമ്മി? അത് സാരമില്ല, ഞാൻ നോക്കിക്കോളാം അവളെ. അവൻ എന്തൊക്കെയോ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. മോനെ റിച്ചി, അവൾക്ക് വരാൻ പറ്റിയില്ലേ വേണ്ട, എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാൻ പറയോ മമ്മി? മോനെ, അവളിവിടെ ഇല്ലടാ. അതെന്താ? അവളെ വീട്ടിൽ പോയോ? അവൾ പോകില്ലല്ലോ. ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ അവളങ്ങനെ പോകില്ല. മോനെ, പൊന്നുവിനെ കാണാനില്ലടാ. അത് കേട്ട് ഒരു നിമിഷം റിച്ചി നിശബ്ദനായി. എന്താ പറഞ്ഞേ? അവളെ ഇവിടെ കൊണ്ടുവന്നതാ മോനെ. മോൾക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലായിരുന്നു. ആൽബിയും കിച്ചുവും മീനും ആയിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അവർ പുറത്തുപോയി വന്നപ്പോൾ മോളെ കാണാനില്ല. അവൻ പെട്ടെന്ന് കട്ടിലിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. മോനെ, എന്താ ഇത്? അടങ്ങിക്കിടക്ക്. ഞങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വേണ്ട, മതി. ഞാൻ അന്വേഷിച്ചോളാം അവളെ. ഞാൻ എൻ്റെ കൈക്കുള്ളിൽ കൊണ്ടുവരുന്നതല്ലേ അവളെ. ഞാനൊന്ന് വീണു പോയപ്പോൾ നിങ്ങൾക്കൊന്ന് നോക്കാൻ വൈകി. വേണ്ട, ഞാൻ അന്വേഷിച്ചോളാം. ഇതൊക്കെ ഒന്ന് എടുത്തു മാറ്റാവോ? എനിക്ക് പോകണം. മോനെ റിച്ചി, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. വേണ്ട, മതി, ഒന്നും പറയണ്ട. ആനി കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് പോയി അപ്പുവിനോടും ആൽബിയോടും കാര്യങ്ങൾ പറഞ്ഞു. ആൻറ്റി കരയാതെ, ഞങ്ങൾ സംസാരിക്കാൻ ചേട്ടായിയോട്. അവരതും പറഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ റിച്ചി എല്ലാം വലിച്ചു ഊരാൻ ശ്രമിക്കുകയായിരുന്നു. അവർ സിസ്റ്ററിനെ നോക്കിയപ്പോൾ അവർ പേടിച്ച് ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ചേട്ടായി. അപ്പോ അവൾ എന്തിയടാ? അവളെവിടെ പോയി? നിങ്ങൾ അന്വേഷിച്ചോ? അവൻ ആവലാതിയോട് ചോദിച്ചു. ചേട്ടായി, ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്ക് പ്ലീസ്. അപ്പോൾ അവൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. റിച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ചേട്ടായി. ചേട്ടായിക്ക് സുഖമായിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞങ്ങൾ മാക്സിമം അവളെ അന്വേഷിക്കുന്നുണ്ട്. നീ എങ്ങോട്ട് പോയെന്നോ ആരുടെ കൂടെയാണെന്നോ അറിയാതെ 3 മാസം കടന്നുപോയി. ചേട്ടായി ഊണും ഉറക്കവും ഇല്ലാതെ എഴുന്നേൽക്കുന്ന ദിവസത്തിനായി ഞങ്ങൾ നോക്കിയിരുന്നു.
അതിനിടയ്ക്ക് ഒരു ദിവസം നേഹ വീട്ടിലേക്ക് വന്നിരുന്നു. അവൾക്ക് ഇവളെ സംശയമുണ്ടെന്നും നിങ്ങളുടെ മാരേജിന് ഇവള് ചെയ്തതൊക്കെ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സംശയമായി. ഞാനും ആൽബിച്ചാനും കൂടി ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ബലമൊന്നും ഉണ്ടായില്ല. അവളേതോ കസിൻ്റെ വീട്ടിലാണെന്നൊക്കെ ഇവളുടെ മമ്മി പറഞ്ഞു. അവർ ഞങ്ങളോട് കാര്യം ചോദിച്ചെങ്കിലും സത്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അവരോടും ഒന്നും പറയാൻ തോന്നിയില്ല. ഞങ്ങൾ ഞങ്ങളെക്കൊണ്ടാകുന്ന എല്ലാ രീതിയിലും അന്വേഷിച്ചുകൊണ്ടിരുന്നു. ചേട്ടായിക്ക് ചെറുതായി നടക്കാൻ പറ്റിയപ്പോൾ ഞങ്ങൾ ഒന്നുകൂടി അവിടേക്ക് പോയി. ഞങ്ങൾ കോളിംഗ് ബെൽ അടിച്ചതും ഇവളുടെ അമ്മ വന്ന് വാതിൽ തുറന്നു. വിജയ ആൻറ്റി, റിച്ചി പറഞ്ഞു. അവർ സംശയത്തോടെ അവനെ നോക്കി. ഞാൻ റിച്ചിയാ, വിൽസൺ പപ്പയുടെ മോനെ. റിച്ചി, എത്ര നാളായി മോനെ കണ്ടിട്ട്? നീ ഒരു പുരുഷനായി പോയല്ലോ. ഇതെന്താ മോനെ കൈക്കും കാലിനും? അവർ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അയ്യോ, എന്നിട്ട്? ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആൻറ്റി. ആൻറ്റി എന്താ ഇവിടെ? ഇതെൻ്റെ വീടാ മോനെ. അപ്പോൾ അനീറ്റ, അവളെൻ്റെ മോളാ. അവർ പറഞ്ഞതും റിച്ചി ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അപ്പവും ആൽബിയും എന്താ കാര്യമെന്നറിയാതെ അവരെ നോക്കി. എൻ്റെ ആൻറ്റിയാടാ ഇത്. എൻ്റെ പപ്പയ്ക്ക് 2 പെങ്ങന്മാരല്ലായിരുന്നോ? ഒന്ന് മീനുവിൻ്റെയും പിന്നെ ആൻറ്റിയും. ആൻറ്റി പണ്ടൊരു ഹിന്ദുവിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അന്ന് ഞാൻ 5ലോ മറ്റോ പഠിക്കുകയായിരുന്നു. അപ്പച്ചൻ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയില്ലേ? റിച്ചി അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ അനീറ്റ എൻ്റെ പെങ്ങളാടാ അവള്. റിച്ചി അവിടെ കസേരയിലേക്ക് തകർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. നിങ്ങൾ പുറത്തെവിടെയായിരുന്നില്ലേ? റിച്ചി സംശയത്തോട് ചോദിച്ചു. സൗദിയിലായിരുന്നു മോനെ. ചേട്ടൻ അവിടെ വെച്ച് ചെറുതായി ഒരു സ്ട്രോക്ക് വന്നു. അപ്പോൾ മുതൽ ചേട്ടന് നാട്ടിൽ വന്ന് താമസിക്കണമെന്ന് ഒരാഗ്രഹം. ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പോൾ 2 വർഷമായതേ ഉള്ളൂ. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ചേട്ടൻ്റെ അനിയൻ്റെയാണ്. ചേട്ടൻ നാട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു പാർട്ട്ണറായി. എന്താ മോനെ, നിങ്ങൾ അന്നും മോളെ അന്വേഷിച്ച് വന്നവരല്ലേ? അവർ സംശയത്തോട് ചോദിച്ചു. അതെ ആൻറ്റി. അപ്പോഴേക്കും ഒരാൾ കാറിൽ മുറ്റത്ത് വന്നിറങ്ങി. അവർ സംശയത്തോടെ വെളിയിലേക്ക് നോക്കി. ചേട്ടനാ, അനീറ്റയുടെ പപ്പ. അവർ നോക്കുന്നത് കണ്ടതും വിജി പറഞ്ഞു. വീട്ടിലേക്ക് വന്ന അയാളും സംശയത്തോടെ അവരെ നോക്കി. വിജി അപ്പോഴേക്കും എല്ലാം അയാളോട് പറഞ്ഞിരുന്നു. അയാൾക്കും റിച്ചിയെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. റിച്ചി അയാളെ കണ്ട് വരണ്ട ഒരു പുഞ്ചിരി നൽകി. എന്താ മോനെ, അവളെ എങ്ങനെ നിങ്ങൾക്കറിയാം? വിജി അവലാതിയോട് ചോദിച്ചു. അപ്പവും ആൽബിയും കൂടി കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് അവർ തകർന്ന് സെറ്റിയിലേക്കിരുന്നു. റിച്ചി എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴും കുറച്ചു കഴിഞ്ഞതും അനീറ്റ സ്കൂട്ടിയിൽ വന്നിറങ്ങി. ആദ്യം അവരെയൊക്കെ കണ്ട് അവളൊന്ന് പേടിച്ചെങ്കിലും പിന്നെ ഒന്നും അറിയാത്തതുപോലെ അവൾ വീട്ടിലേക്ക് കയറി. ചേട്ടനെന്താ ഇവിടെ? ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ അറിഞ്ഞിരുന്നു ആക്സിഡൻ്റ് ആയ കാര്യം. ഞാൻ അങ്ങോട്ടേക്ക് വന്ന് കാണാനിരുന്നതാ. മരിയയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവൾ ഓരോന്ന് ചോദിക്കുമ്പോഴും റിച്ചി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എന്നാൽ അപ്പുവിന് അവളുടെ സംസാരവും രീതികളും ഒക്കെ കേട്ടപ്പോൾ അവൾക്കെന്തോ പങ്കിതിലുള്ളതായി സംശയം തോന്നിയിരുന്നു. ഞങ്ങളുടെ കൊച്ചെന്തിയടി? അപ്പു ദേഷ്യത്തോട് ചോദിച്ചു. മനസ്സിലായില്ല. നിനക്കറിയില്ലേ? പറയടി, നീയല്ലേ ഈ ആക്സിഡൻ്റ് ഉണ്ടാക്കിയത്? ഞങ്ങളുടെ പൊന്നു എന്തിയേ? അപ്പു വീണ്ടും ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഞാനൊരു ആക്സിഡൻറ്റും ആർക്കും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളുടെ കൊച്ച് വല്ലവരുടെയും കൂടെ പോയി കാണും. അതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? അവളും ദേഷ്യപ്പെട്ട അപ്പുവിനോട് ചോദിച്ചതും മുഖമടച്ചൊരടിയായിരുന്നു. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് നോക്കി. പപ്പ, മതി, നിർത്തിക്കോ നിന്റെ അഭിനയം. മരിയ എവിടെ? എനിക്കറിയില്ല. വീണ്ടും ഒരടി കൂടി അയാൾ കൊടുത്തു. അവൾ സെറ്റിയിലേക്ക് പോയി വീണു. നീ കള്ളം പറയരുത്. ഒരിക്കൽ ഫോണിൽ കൂടി നീ പറഞ്ഞത് ഞാൻ കേട്ടതാ, ആ കല്യാണം നടക്കരുതെന്നൊക്കെ. ഞാനപ്പോൾ അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല. പറയടി, എവിടെയാ മോള്? നിനക്കറിയാം അത്. അയാൾ പറഞ്ഞതും അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എനിക്കറിയില്ല അവൾ എങ്ങോട്ട് പോയെന്ന്. എങ്ങോട്ടെങ്കിലും പോയി തൊലയട്ടെ, നാശം. വീണ്ടും അവൾ കവളിൽ കൈവച്ചുകൊണ്ട് നോക്കി. ഇത്തവണ അവളുടെ മമ്മിയായിരുന്നു. മമ്മി, ഇതുവരെ തല്ലി നോവിച്ചിട്ടില്ല നിന്നെ. ഒന്നേ ഉള്ളൂ എന്ന് കരുതി ആവശ്യത്തിലധികം എല്ലാ കാലത്തിനും സ്വാതന്ത്ര്യം തന്നിരുന്നു. തെറ്റിപ്പോയില്ലെന്ന് കരുതി. അതാ ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇങ്ങനൊരു ജന്മത്തെയാണല്ലോ ഞാൻ ഇത്രയും കാലം വളർത്തിയത്. വിജി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇന്നലെ കണ്ട അവളാണോ അപ്പോൾ നിങ്ങൾക്ക് വലുത്? അവൾ നിറകണ്ണുകളോട് ചോദിച്ചു. പറയടി, ഞങ്ങളുടെ പൊന്നു എവിടെ? മതി, നിർത്ത്. നിങ്ങൾക്കറിയണോ അവൾ എവിടെയെന്ന്? ചത്തു തൊലയാൻ വേണ്ടിയിട്ട് തന്നെയാ ആ ലോറിക്കാരനെ പൈസ കൊടുത്ത് ഞാൻ വിലക്കെടുത്തത്. എനിക്ക് കിട്ടാത്തത് അവൾ അനുഭവിക്കേണ്ട. പക്ഷെ അവൾക്ക് ആയുസ് കൂടിപ്പോയി. കല്യാണത്തിന് മുൻപേ നിങ്ങളെ അകറ്റണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നടന്നില്ല. അപ്പോൾ പിന്നെ കല്യാണത്തിന് ശേഷമാകട്ടെ എന്ന് കരുതി. മനഃപൂർവ്വം ചെയ്ത ആക്സിഡൻറ്റ്. പക്ഷേ അവൾ രക്ഷപ്പെട്ടു. അപ്പോൾ തോന്നിയ ബുദ്ധിയാ അവളെ ഭീഷണിപ്പെടുത്തി ഇവിടുന്ന് നാട് കടത്താമെന്ന്. അതെന്തായാലും വിജയിച്ചു. ചേട്ടനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അവൾ പോയി. അവൾ വല്ലാത്ത ചിരിയോടെ പറഞ്ഞുകൊണ്ട് റിച്ചിയുടെ അടുത്തേക്ക് വന്നിരുന്നു. റിച്ചി എപ്പോഴും തല കുനിച്ചിരിക്കുകയായിരുന്നു.
എനിക്ക് എന്ത് ഇഷ്ടമായിരുന്നെന്നറിയോ ചേട്ടനെ? എന്തിനാ എന്നെ വേണ്ടെന്ന് വെച്ച് അവളെ കെട്ടിയത്? നിങ്ങൾ കസിൻസ് ആണെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ അവളെ വെറുതെ വിട്ടത്. ഇല്ലെങ്കിൽ അന്നേ തീർത്ത് കളഞ്ഞേനെ ഞാൻ. മതി, നിർത്ത്. ഇനിയൊരു അക്ഷരം എൻ്റെ കൊച്ചിനെ പറ്റി നീ പറഞ്ഞു പോരുത്. കൊന്നു കളയും ഞാൻ. റിച്ചി അത് കേട്ട് ദേഷ്യം കൊണ്ട് വിറച്ചു. കൊച്ച് 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 കേട്ട് കേട്ട് മടുത്തു. ഇത്ര അവളെ സ്നേഹിക്കാൻ അവൾക്ക് എന്താ ഉള്ളത്? അവളും ദേഷ്യം കൊണ്ട് വിറച്ചു. നിർത്തടി. ഞാൻ നിന്റെ ആരാണെന്നറിയോ? അറിയോടി? എൻ്റെ പെങ്ങളാ നീ. എൻ്റെ പെങ്ങളെ എങ്ങനെയാടി ഞാൻ കെട്ടേണ്ടത്? നീ പറഞ്ഞതാ. എന്താ എന്താ പറഞ്ഞേ? റിച്ചി വിൽസണലിയൻ്റെ മോനാ, നിന്റെ മൂത്ത ചേട്ടൻ. അവളുടെ പപ്പ പറഞ്ഞു. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നിങ്ങളൊക്കെ എന്നോട് കള്ളം പറയുക. അവൾ പാതി കരഞ്ഞും ദേഷ്യപ്പെട്ടും പറഞ്ഞു. അല്ല മോളെ, സത്യമാ പറഞ്ഞേ. ഇവൻ നിന്റെ ചേട്ടനാ. അതൊരു ഇടുത്തി പോലെ അവളുടെ കാതിൽ കേട്ടു. അവൾ തറയിൽ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് മുഖം പൊത്തി കരഞ്ഞു. അവളുടെ അവസ്ഥ കണ്ട് എല്ലാവർക്കും വിഷമമായി. അവൾ പതിയെ റിച്ചിയുടെ അടുത്തേക്ക് വന്നു അവൻ്റെ കാലിൽ പിടിച്ചു. ചേട്ടാ, ഞാൻ അറിയാതെ, എന്നോട് ക്ഷമിക്കണം. എനിക്കറിയില്ലായിരുന്നു ഞാൻ ചേട്ടൻ്റെ പെങ്ങളാണെന്ന്. ഞാൻ അറിഞ്ഞില്ല. അവൾ എണ്ണിപ്പെറുക്കി കരഞ്ഞു പറഞ്ഞു. മോളെ, അവൻ ഒരു കൈ കൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചു. ചേട്ടാ, എന്നോട് മോൾക്കറിയോ അവൾ എവിടെയാണെന്ന്? എനിക്ക് അവളില്ലാതെ പറ്റില്ല മോളെ. പ്ലീസ് ഒന്ന് പറയാവോ? ഞാൻ മോളുടെ കാല് പിടിക്കാം. അവൻ തൊഴുകൈകളോടെ അവളോട് പറഞ്ഞു. ഇല്ല, ഞാൻ പോകാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അവൾ കരഞ്ഞുകൊണ്ട് തറയിലേക്കിരുന്നു. അവനെല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ പതിയെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. ആൽബിയും അപ്പവും അവരെ ഒന്ന് നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് പോയി കാറെടുത്തു. അനീറ്റ അപ്പോഴും മുഖം പൊത്തി കരയുകയായിരുന്നു. അന്ന് വൈകിട്ട് ഞങ്ങളെ വിജയാൻ്റി വിളിച്ചു. ഇവള് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവള് കുറേ നാൾ സൈക്കാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഇവള് കാരണമാ നീ പോയത്. പിന്നെ ഇവള് ചെയ്തതും എല്ലാം മനസ്സിൽ വെച്ച് ഓരോന്ന് ആലോചിച്ചു കൂട്ടി ഇവള് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇവള് ചെയ്തതിനൊക്കെ ഇവള് തന്നെ അനുഭവിച്ചു കുറേ നാൾ. ആൽബി അനീറ്റയെ നോക്കി പറഞ്ഞതും അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ചേട്ടായി ആണെങ്കിൽ നീ ഇല്ലാതെ ആ റൂമിലും വീട്ടിലും നിൽക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് അരുൺ ചേട്ടൻ്റെ വീട്ടിലേക്ക് മാറി. ഇടയ്ക്കിടയ്ക്ക് ഞാനും കിച്ചുവും ആൽബിച്ചായനും അങ്ങോട്ടേക്ക് പോകും. എപ്പോഴും വെള്ളമടിയും സിഗരറ്റ് വലിയും മാത്രം. പിന്നെ കക്ഷി ഒറ്റയ്ക്കല്ല പോയത്. നിന്റെ ചാർലി ഇല്ലേ, അവനെയും കൊണ്ടുപോയി. അവനെയും കെട്ടിപ്പിടിച്ച് അവിടെ ഇരിപ്പായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരുമ്പോൾ ഗ്ലാസ്, ഫോണ്, കണ്ണാടി ഇതെല്ലാം തല്ലിപ്പൊട്ടിച്ചുകൊണ്ടിരുന്നു. ശരിക്കും ഞങ്ങൾക്ക് തന്നെ പേടിയായിരുന്നു ചേട്ടൻ്റെ മാനസിക നില തെറ്റുമോ എന്ന്. അപ്പോൾ പറഞ്ഞുകൊണ്ട് റിച്ചിയെ നോക്കി. റിച്ചി പൊന്നുവിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? അതാണ് മോളെ ട്വിസ്റ്റ്. ഒരു ദിവസം എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അപ്പുവാണത് പറഞ്ഞത്. ഹലോ, ആരാ? എൻ്റെ പേര് സുധേന്നാ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുക. മോൾ എൻ്റെ കൂടെയുണ്ട്. സുധാമ. പൊന്നു പറഞ്ഞുകൊണ്ട് അവരെ നോക്കി. അതെ, നിന്റെ സുധാമ തന്നെ. നീ കുളിക്കാൻ പോയ സമയത്ത് സുധാമ നിന്റെ ഫോണിൽ നിന്നും ഞങ്ങളുടെ നമ്പർ തപ്പിപ്പിടിച്ച് ഞങ്ങളെ വിളിച്ചു. പിന്നെ അങ്ങനെ പെട്ടെന്ന് നിൻ്റെ അടുത്ത് വരുന്നത് ശരിയല്ലല്ലോ. പിന്നെ മോളുള്ള കാര്യം കൂടി അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ദേഷ്യമായി. അപ്പോഴാണ് ആൻറ്റി പറഞ്ഞത് നീ അന്ന ആൻറ്റിയെ വിളിക്കാറുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ആൻറ്റിയുടെ അടുത്ത് പോയി. നീ ആൻറ്റിയെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഒന്നും ഞങ്ങളോടൊന്നും പറയാഞ്ഞതെന്നൊക്കെ ആൻറ്റി കരഞ്ഞു പറഞ്ഞു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആൻറ്റിയെ വിളിച്ച് നിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്നു. നീ ജോലിക്ക് നിൽക്കുന്ന സ്ഥലവുമൊക്കെ. പിന്നെ എല്ലാം ഞങ്ങളുടെ പ്ലാൻ പോലെ നടന്നു. ഓഫീസ് ഞങ്ങൾ ഇങ്ങ് വാങ്ങി. അനീറ്റയും മനഃപൂർവ്വം ഞങ്ങൾ കൊണ്ടുവന്നു. നിന്നെക്കുറിച്ച് വട്ടം കറക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷെ നിന്റെ മുഖവും കണ്ണുനീരും കണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നിന്നെ വിഷമിപ്പിക്കാൻ തോന്നിയില്ല. അപ്പു പറഞ്ഞുകൊണ്ട് പൊന്നുവിനെ നോക്കി. അവൾ നല്ലോണം ഇളിച്ചു കാണിച്ചു. ആരെങ്കിലും എന്തേലും വിളിച്ചു പറഞ്ഞെന്നും പറഞ്ഞ് ഒന്നും അന്വേഷിക്കാതെ അങ്ങ് ഇറങ്ങി പൊയ്ക്കോണം. ഒറ്റ ഒരെണ്ണം തരാനാ തോന്നിയത്. ബാക്കിയുള്ളവരെ 2 വർഷം തീ തീറ്റിച്ചതും പോരാ, അവളിരുന്ന് കിണിക്കുന്നത് കണ്ടില്ലേ? അപ്പു അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇച്ചായ. അവൾ കൊഞ്ചലോടെ വിളിച്ചു. ഡാ, എൻ്റെ കൊച്ചിനെ എന്തേലും പറഞ്ഞാലുണ്ടല്ലോ. അവൻ കപട ദേഷ്യത്തോടെ അപ്പുവിനോട് പറഞ്ഞു. ഈ ചേട്ടായ ഇവളെ കൊഞ്ചിച്ചും ചാളിച്ചും ഇങ്ങനെ വഷളാക്കുന്നത്. അപ്പു അത് കണ്ട് പറഞ്ഞു. നീ പോടാ. അവൾ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി കോക്കറുകുത്തി കാണിച്ചു. കുറേ നാൾക്ക് ശേഷം അവളുടെ കുറുമ്പ് കണ്ട് അവരെല്ലാവരും ചിരിച്ചു.